ഹായ്, മൈ ലിറ്റിൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹെയറിനെ എങ്ങനെ കേളി ആക്കി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് അറിയാനാണ് കേട്ടോ. കാരണം എനിക്ക് എൻ്റെ ഹെയർ കേളി ഹെയറും അല്ല, എന്നാൽ സ്ട്രെയിറ്റ് ഹെയറും അല്ല, അങ്ങനത്തെ ഒരു സൈസ് ഹെയർ ആണ്. അപ്പോൾ തന്നെ എനിക്കൊന്ന് കേളി ആക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ആ ഒരു കേളി ആക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് വെച്ച് നമ്മുടെ ഒറീഫ്ലെയിമിൻ്റെ ബിയോളജിയുടെ ഷാമ്പു ആൻഡ് കണ്ടീഷണർ, അതേപോലെ കേളിംഗ് ക്രീമും ആണ് കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഹെയറിനെ കേളി ആക്കാനായിട്ട് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഷാമ്പു കണ്ടീഷണർ വെച്ച് നമ്മുടെ ഹെയർ ഒന്ന് നല്ല രീതിക്ക് വാഷ് ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ ക്രീം വെച്ച് കേളി ആക്കുക. അപ്പോൾ ഹെയർ ആദ്യം ഇങ്ങനെ വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പം നമ്മൾ ഹെയർ നന്നായി കഴുകിയിട്ടുണ്ട്. അപ്പം അതിനുശേഷം ഇതേപോലുള്ള ഒരു ടവലോ അല്ലെങ്കിൽ ബനിയന്റെ ക്ലോത്തോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ടവലോ വെച്ച് നമുക്ക് ഇതുപോലെ ഒപ്പി കൊടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളം നമ്മുടെ ഹെയറിൽ ഉള്ള വെള്ളം നമുക്ക് അങ്ങനെ കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കതിങ്ങനെ ഒപ്പി എടുക്കാം. അതിൽ കുറച്ച് വെള്ളം നിൽക്കണം, നിലത്ത് ഒറ്റി വീഴാത്ത രീതിയിലുള്ള വെള്ളം നിൽക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ കേളിംഗ് ക്രീം നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യാം. അതും കുറച്ചെടുത്തിട്ടുണ്ട്. അതെടുത്തതിന് ശേഷം നമ്മുടെ ഹെയറിൽ കുറച്ച് പുരട്ടി കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഹെയറിൽ പുരട്ടി കൊടുക്കണേ. നല്ല രീതിയിൽ നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല രീതിക്ക് നമ്മുടെ ഹെയറിനെ ഒരിക്കലും നമ്മൾ ചീപ്പ് വെച്ച് ചെയ്യരുത് കേട്ടോ. ഇതേപോലെ നമ്മുടെ ഹെയറിനെ നമ്മളിങ്ങനെ മുകളിലോട്ട് നമ്മുടെ കൈ വെച്ച് തന്നെ ഇങ്ങനെ പൊക്കി കൊടുക്കണം. ഇങ്ങനെ കോമ്പ് ഒരിക്കലും യൂസ് ചെയ്യരുത്. കോമ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ഹെയർ കേളാവില്ല. നമ്മൾ കേളാവാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യണേ. അപ്പോൾ ഒരിക്കലും നമ്മുടെ കോമ്പ് വെച്ച് ചെയ്യരുത്. കോമ്പ് വെച്ച് ചെയ്യാതെ നമ്മളിങ്ങനെ നല്ല രീതിയിൽ ക്രീം യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഒരു 10-15 മിനിറ്റ് നമുക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ നല്ല രീതിയിൽ ക്രീം അപ്ലൈ ചെയ്തിട്ട് ഹെയറിനെ നല്ല രീതിയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒരു 10-20 മിനിറ്റ് അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തായിരുന്നു. അപ്പം നമുക്ക് അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്തായിരിക്കും എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയും കൂടെ ഉണ്ട് എനിക്ക്. അപ്പം ഇങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതാക്കി. പിന്നെ നമ്മൾ ഇത് ഒന്നെങ്കിൽ ഫാൻ ഇട്ടിട്ട് അല്ലെങ്കിൽ നാച്ചുറലായിട്ട് ഉണങ്ങണം. അല്ലാതെ ഒരിക്കലും നമ്മൾ ചീവിയൊന്നും ഉണക്കരുത്. നല്ല രീതിയിൽ തന്നെ തനിയെ നാച്ചുറലായിട്ട് തന്നെ അത് ഉണങ്ങുക. കോമ്പൊന്നും യൂസ് ചെയ്യാതിരിക്കുക. ഫാൻ ഇട്ടിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹീറ്ററൊക്കെ വെച്ചിട്ട് നമ്മുടെ ഹെയർ ഒന്ന് ജസ്റ്റ് ഉണക്കിയെടുക്കാം. അതുകൊണ്ട് ഫൈനൽ റിസൾട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കാരണം എൻ്റെ ഇത്രയ്ക്ക് നല്ല കേളായിട്ട് കിടക്കുന്നൊരു ഹെയർ അല്ല. കുറച്ച് ടൈമും കൂടി കുറച്ച് ക്രീമും കൂടെ വെച്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കേളിങ് ക്രീമും കൂടെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനും അടിപൊളിയായിട്ടുള്ള റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എനിക്ക് വളരെ ഹാപ്പിയായി. അടിപൊളിയായിട്ട് എൻ്റെ ഹെയറൊക്കെ കേൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വല്ല ഫങ്ഷൻസിനോ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ നല്ല രീതിക്ക് യൂസ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന എല്ലാവരും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യുക. അടിപൊളി റിസൾട്ടാണ്. നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും റിസൾട്ട് കിട്ടും. ഹെയറൊക്കെ കേൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.